ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ശബരിമല തന്ത്രി ഉൾപ്പെടെ താഴമൺ മഠത്തിൽ നിന്നുള്ള തന്ത്രിമാരാരും തന്നെ ബ്രാഹ്മണരല്ല. 80കളുടെ അവസാനത്തിൽ അന്നത്തെ തന്ത്രിയുടെ സന്നിധാനത്തിൽ വെച്ചുള്ള കൊടും കൊള്ള നേരിട്ട് കണ്ട അനുഭവം എനിക്കുണ്ട്. ബ്രഹ്മവിദ്യയുടെ പ്രതീക സ്ഥാനമാണ് സന്നിധാനം. ബ്രഹ്മവിദ്യ അറിയുന്നവരാണ് ബ്രാഹ്മണർ. ശബരിമല തന്ത്രിമാരെ പോലെ ശബരിമലയെ ഇത്രയധികം കളങ്കപ്പെടുത്തിയിട്ടുള്ളത് ആരും തന്നെയില്ല. ഇത് സുവർണ അവസരമാണ്. സംസ്കൃതവും വേദോപനിഷത്തുകളും തന്ത്രവിദ്യയും അറിയാവുന്നവരെ കണ്ടെത്തി ജാതിഭേദം നോക്കാതെ അവിടെ തന്ത്രിമാരാക്കണം. ആ കണ്ടെത്തലിന് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഭിമുഖം നടത്താം. അത്തരത്തിൽ നടത്തപ്പെടുന്ന അഭിമുഖം ആർക്കും ലഭ്യമാകുന്ന രീതിയിൽ പബ്ലിക് ഡൊമൈനിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. കവിയും ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക ബോധമുള്ള ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ അതിന് മുൻകൈയെടുക്കുമെന്ന് പ്രതീക്ഷിക്കും. വലിയ വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് KG ജ്യോതിർഘോഷ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബരിമല തന്ത്രി ബ്രാഹ്മണനല്ല എന്നാണ്. ബ്രാഹ്മണനല്ലാത്ത ഒരാൾ എങ്ങനെ തന്ത്രിയായി എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നേരത്തെ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ശബരിമല തന്ത്രിക്ക് തന്ത്രവിദ്യകൾ അറിയില്ല, ശബരിമല തന്ത്രിക്ക് സംസ്കൃതം പോലും അറിയില്ല തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. നേരത്തെ വിജിലൻസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ തന്ത്രിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ശബരിമല തന്ത്രിക്ക് സംസ്കൃതം അറിയില്ല എന്ന്. ജസ്റ്റിസ് പരിപൂർണന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ കേരളം ഞെട്ടിയിരുന്നു. തന്ത്രവിദ്യകളിലും ഒരു ധാരണയുമില്ല തന്ത്രിക്ക് എന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് വന്ന ശബരിമലയുടെ അവകാശമുള്ള തന്ത്രി കുടുംബാംഗമാണ്, തന്ത്രിയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതി. അവസാനം പുസ്തകം മടക്കി വെച്ച് എഴുന്നേറ്റ് പോയി ജസ്റ്റിസ് പരിപൂർണൻ എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്ന് വെച്ചാൽ പൂജാകർമ്മങ്ങൾ അറിയാത്ത, തനിക്കറിയാവുന്ന ഭാഷയിൽ തനിക്കറിയാവുന്ന രീതിയിൽ പൂജകൾ നടത്തുന്നു താൻ എന്ന് പറഞ്ഞ തന്ത്രിയെയും നാം കണ്ടിരുന്നു. ഇപ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വരുന്നത്, ശബരിമല തന്ത്രി ബ്രാഹ്മണനല്ല എന്ന്. KG ജ്യോതിർഘോഷിന്റെ ഈ വാക്കുകൾ ശരിയാണ് എങ്കിൽ വലിയ വിവാദമാകേണ്ടതാണ്, വലിയ ചർച്ചയാകേണ്ടതാണ്. അദ്ദേഹം എന്തുകൊണ്ട് ബ്രാഹ്മണനല്ല ശബരിമല തന്ത്രി എന്ന് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട് KG ജ്യോതിർഘോഷ്. അദ്ദേഹം അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അദ്ദേഹത്തിന് ലഭിച്ച വിവരമാണ് അദ്ദേഹം പറഞ്ഞത്. മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, മാതൃഭൂമിയിൽ ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് അത്ര പെട്ടെന്ന് അവിശ്വസിക്കേണ്ട കാര്യമില്ല. നിലവിൽ അദ്ദേഹം സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ്. ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചകൾക്ക് വരുന്ന ആളുകൂടിയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശബരിമല തന്ത്രി ബ്രാഹ്മണനല്ല എന്ന് വെച്ചാൽ വലിയ ചർച്ച ആക്കേണ്ടതാണ്. എന്തുകൊണ്ട് ജ്യോതിർഘോഷ്, KG ജ്യോതിർഘോഷ് അക്കാര്യം പറഞ്ഞു? അതിന് അടിസ്ഥാനമായ തെളിവുകൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്? അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ തന്ത്രി കുടുംബാംഗങ്ങളാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത്. വലിയ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും ഇടയാക്കാവുന്ന ഒരു വെളിപ്പെടുത്തലാണ് KG ജ്യോതിർഘോഷ് നടത്തിയിരിക്കുന്നത്.